ഹലോ ഗൈസ്, ദിലീപിനെ കോടതി വെറുതെ വിട്ടതുകൊണ്ട് കോടതി വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കോടതിയുടെ വിമർശിച്ചിട്ട് എന്ത് കാര്യമാണ്? പോലീസും പ്രോസിക്യൂഷനും കൃത്യമായ തെളിവുകൾ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമാണ് ഒരു കോടതിക്ക് ഒരു പ്രതിയെ ശിക്ഷിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അല്ലാണ്ട് കോടതിനെ ചീത്ത വിളിച്ചതുകൊണ്ടോ കോടതി തെറ്റായിട്ടല്ലേ പൈസ വാങ്ങിച്ചിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം മര്യാദകേടാണെന്ന് പറയാൻ പറ്റൂ. പ്രത്യേകിച്ചും ഈ ഹണി എം വർഗീസ് മാം കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ 2015-16 ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജൂനിയറാണ്. ഞാൻ 2014 ആണ് LLB പാസ് ഔട്ട് ആയത്. അതിനുശേഷം ഞാൻ LLM പഠിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാക്ടീസ് തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്ത് 2 വർഷം ഞാൻ ഒരു 1.5-2 വർഷം ആയപ്പോൾ തന്നെ എനിക്ക് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ജൂനിയർ ആയിട്ടാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ പോയത്. പുള്ളി കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു കേട്ടോ, ഒരു കേരള കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ട് എന്നോട് ചോദിച്ചു, നമ്മുടെ തലേന്നേ പഠിപ്പിച്ച് 2-3 ദിവസം മുമ്പേ നമ്മുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ചോദിച്ചു, ഒരു ക്രോസ് എക്സാം ചെയ്യണം, പോലീസ് ഓഫീസേഴ്സിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റെഡിയാക്കി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കോടതിയിൽ പോയിട്ട് ഞാൻ മാം വന്നപ്പോൾ ഹണി മാമിന്റെ കോടതിയായിരുന്നു, ഫാസ്റ്റ് ട്രാക്ക് കോടതി, എനിക്കൊന്ന് സെഷൻ കോടതി 4 ആയിരുന്നു കൊല്ലം. അപ്പോൾ ആ സമയത്ത് 2015-16 തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഹണി മാമിന്റെ ചേംബറിൽ കയറി. മാം ചേംബറിൽ ചോദിച്ചു കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ജൂനിയർ അഡ്വക്കേറ്റ് വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറിന്റെ ജൂനിയറാണോ വരുമെന്ന് പറഞ്ഞു. ഇരുന്നു എന്താണെന്ന് ചോദിച്ചു, കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു. മാമിന്റെ ഓരോ വാക്കുകളും ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഒരു ജഡ്ജി എങ്ങനെ ആവണം, അഡ്വക്കേറ്റ്സിനോടായാലും ക്ലയൻസിനോടായാലും മറ്റുള്ള കക്ഷികളോടായാലും കുറ്റവാളികളോടായാലും എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു മാതൃകയായിരുന്നു ഹണി മാം. അപ്പോൾ അതിനുശേഷം ഞാൻ കോടതിയിൽ വന്നു, പോലീസ് ഓഫീസേഴ്സിനായിരുന്നു ക്രോസ് എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് കോടതിനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇങ്ങനെ കാണുമായിരുന്നു, ഞാൻ പറയുന്നതൊക്കെ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്, ചോദിച്ചോളാൻ പറയുമായിരുന്നു. കാരണം ഞാനത് നമ്മൾ ആദ്യമായിട്ടല്ലേ, ഒരു ജൂനിയർ അല്ലേ, വെറും 2 വർഷം പോലും ആകാത്ത ഒരു ജൂനിയർ ഒരു പോലീസ് ഓഫീസറിനെ ക്രോസ് എക്സാമിൻ ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ മാം ഭയങ്കര ജെന്യൂൻ ആണ്, ഭയങ്കര സ്ട്രിക്റ്റും ആണ്. കാരണം യൂണിഫോം ഒക്കെ നമ്മൾ കൃത്യമായിട്ട് യൂണിഫോമിൽ തന്നെ കോടതി കയറണം എന്നുള്ളതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആ മാം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കോൺഗ്രസ് നേതാവിന്റെ ജൂനിയർ ആയിട്ട്, ഒരു കേരള കോൺഗ്രസ് നേതാവിന്റെ ജൂനിയർ ആയിട്ട് പ്രോസിക്യൂട്ടർ ആയിട്ടായിരുന്നു ഞാനത് വർക്ക് ചെയ്തത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ലാസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ അദ്ദേഹം പിന്നെ രാഷ്ട്രീയമാരില്ല. പക്ഷെ അവര് ഹണിമാം എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളാണ്. എന്നിട്ട് പോലും ഒരു പാർട്ടി ഭേദമോ ഒന്നുമല്ല, പുള്ളി ഒരു ബയാസും ഇല്ലാത്തൊരു ജഡ്ജി ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത്. ആ 2-3 വർഷം ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ബയാസും ഇല്ലാത്ത ഒരു ജഡ്ജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടതി എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷനും പോലീസും കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കോടതിക്ക് അവർ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അതാണ് ജഡ്ജ്മെന്റ്. അപ്പോൾ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും എന്തെങ്കിലും അനാസ്ഥ, ഇപ്പൊ ദിലീപ് കുറ്റവാളിയാണോ, ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ആർക്കും അറിയില്ല. അപ്പൊ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ദിലീപിനെ കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ